രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ. ഒന്ന്, കാശിയിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് നാട്ടിലേക്ക് വരാനുള്ള വഴിയും. പിന്നെ മറ്റേതെന്താണെന്ന് നിങ്ങൾ വീഡിയോ കൊണ്ട് മനസ്സിലായിക്കോ. രാവിലെ എണീറ്റ് ബാഗ് പാക്ക് ചെയ്ത് ബാഗ് കൊണ്ട് ഹോസ്റ്റലിലെ വെയിറ്റിംഗ് ഏരിയയിൽ കൊണ്ടുപോയി വെച്ചിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റാ. കച്ചോരി സബ്ജിയായിട്ട് കഴിച്ചത്, പിന്നെ ഒരു ജിലേബിയും കഴിച്ചിട്ടാ. കമ്പ് കൊള്ളാട്ടാ. എനിക്ക് വാരണാസിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ച് ഡയറക്റ്റ് ടിക്കറ്റ് കിട്ടിയില്ലാട്ടോ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വാരണാസിയിൽ നിന്ന് നാഗ്പൂർക്ക് ബസ് എടുത്ത് അങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ലൂയിസിനും അനൂപിനും ടാറ്റ കൊടുത്തിട്ട് റാപ്പിഡ് പിടിച്ച് നേരെ ബസ്സിന്റെ ബോർഡിംഗ് പോയിന്റിലേക്ക് പോയി. ബസ്സിന്റെ ഡിപ്പാർച്ചർ ടൈം 4:30 എന്നാലും ഞാൻ 3:30 ഇറങ്ങിലും പോണ വഴി ഞാൻ പോയ റാപ്പിഡോടെ പെട്രോൾ തീർന്നിട്ട് അവസാനം ഓട്ടോറിക്ഷയിലാണ് ഞാൻ ബോർഡിംഗ് പോയിന്റിലെത്തിയത്. ഈ ബസ് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ നാഗ്പൂർ എത്തൂട്ടെ. നാഗ്പൂരിൽ നിന്ന് ചെന്നൈക്ക് ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. അങ്ങനെ രാവിലെ നാഗ്പൂർ എത്തിക്കഴിയുമ്പോഴത്തേക്കും നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് കയറി 10 രൂപ ടിക്കറ്റ് എടുത്ത്. ഈ 10 രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നാട്ടാ. നമ്മുടെ പ്രധാന ഉദ്ദേശം പക്ഷേ അതല്ല കേട്ടാ, ഫ്രഷ് ആവാന്നുള്ളതാട്ടാ. അങ്ങനെ ഫ്രഷ് ഒക്കെ ആയിട്ട് മുകളിൽ വന്ന് നിന്നപ്പോഴത്തേക്കും തേണ്ട മെസ്സേജ് വന്ന് ട്രെയിൻ ലേറ്റ് ആയി. അങ്ങനെ കയ്യിലുണ്ടായ അവലൊക്കെ തിന്ന് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു പുള്ളി വന്ന് എന്നോട് ചോദിച്ചു ടവറിന്റെ ജോലി ചെയ്യുന്ന ആളാണെന്ന് ചോദിച്ചു. കാര്യം എന്റെ കയ്യിലുള്ള ടെന്റും സാധനങ്ങളൊക്കെ പുള്ളി വിചാരിച്ച് ടവറിന്റെ വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ്സും കാര്യങ്ങളാണ്. അങ്ങനെ 1 മണിക്കൂർ, 2 മണിക്കൂറായി, 2 മണിക്കൂർ, 3 മണിക്കൂറായി, 3 മണിക്കൂർ, 4 മണിക്കൂറായി, അവസാനം 10 മണിക്കൂറായിട്ടാണ് ട്രെയിൻ ലേറ്റ്. അങ്ങനെ അവസാനം 10 മണിയായപ്പോൾ ട്രെയിൻ വന്നിട്ട് ഈ 10 മണിക്ക് വന്ന ട്രെയിൻ പിറ്റേ ദിവസം ചെന്നൈ ചെന്ന് വൈകുന്നേരം 4:15 കേട്ടോ. അതുകൊണ്ട് എന്താ ചെന്നൈയിൽ നിന്ന് ആലുവക്ക് ബുക്ക് ചെയ്ത ട്രെയിൻ പോയി. ചെന്നൈയിൽ എന്തായാലും ഒരു ദിവസം നിന്ന് കറങ്ങണമെന്നുള്ള പ്ലാനൊക്കെ ആയിട്ടാ ഞാൻ എന്തായാലും വന്നത്. പക്ഷേ ഐ ഗേവ് സമൺ മോർ ഇമ്പോർട്ടൻസ് ദാൻ മൈ പ്രയോറിറ്റീസ്. അതുകൊണ്ട് ചെന്നൈ പിന്നെ കറങ്ങാന്ന് വിചാരിച്ചിട്ട് നേരെ അലന്റെ അപ്പാർട്ട്മെന്റിൽ പോയി ഫ്രഷപ്പ് ആയിട്ട് അടുത്ത ട്രെയിൻ വിളിച്ച് ആലുവക്ക്. ഇതാട്ടാ ചെന്നൈയിൽ നിന്ന് ആലുവക്കുള്ള ട്രെയിനിന്റെ അവസ്ഥ. കാര്യം ഇത്ര തിരക്കാണെങ്കിലും എനിക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടാ. ബാത്റൂമിന്റെ അവിടെ ആരോ എന്തോ ചാക്കിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഞാൻ സീറ്റ് പിടിച്ചായിരുന്നു. മറ്റേ കാട്ടുവെളുത്തുള്ളിയുടെ തൈലം ഉണ്ടായതുകൊണ്ട് വലിയ വിഷയം ഉണ്ടായില്ല കേട്ടോ, മണമൊന്നും സീൻ ഉണ്ടായില്ല. അങ്ങനെ രാവിലെ അധികം വൈകാണ്ട് ആലുവ എത്തിയിട്ട് ആലുവ എത്തിക്കുമ്പോഴത്തേക്കും കസിൻ വിളിച്ചിട്ടുണ്ടായിട്ടാ. കസിൻ എറണാകുളത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ പോകാൻ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ വീട്ടിൽ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുട്ടിന്റെയും ബീഫിന്റെയും കാര്യം കൊടുത്തിട്ട് എനിക്കൊരു രക്ഷയില്ല. അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, നേരെ അടുത്ത ബസ് കയറി വീട്ടിലേക്ക്.